ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ടാങ്കിൻ്റെ അകത്തുള്ള ഐക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര പ്രയാസപ്പെട്ടാണ് ഈ ടാങ്ക് ക്ലീൻ ചെയ്യൽ. ഇത് നിങ്ങൾക്ക് 2-3 മിനിറ്റ് കൊണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ കാര്യങ്ങളാണ്. അതിനൊരു കുപ്പി വേണം, ആ കുപ്പി മുറിച്ചെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയ സാധനങ്ങൾ, ഒന്ന് ഇതേമാതിരി തന്നെ കുപ്പി മുറിച്ചെടുത്ത്, ഒന്നത്, പിന്നെ 3/4 ഇഞ്ച് PVC പൈപ്പ്, ഒരു ഭാഗം സോക്കറ്റുള്ളത്, പിന്നെ 3/4 കര റെഡ്യൂസർ, പിന്നെ വേണ്ടിയത് 2-3 മീറ്റർ ഹോസ് 3/4 ഇഞ്ച്, പിന്നെ ഒരു 1/2 ഇഞ്ച് PVC പൈപ്പും ചെറുത് മതി, പിന്നെ ഒരു ഇൻസുലേഷൻ ടാപ്പ്. നമ്മൾ ആദ്യം ചെയ്യുന്നത് ആ PVC പൈപ്പ് എടുക്കുക, അതിൻ്റെ സോക്കറ്റിലുള്ള ഭാഗത്തേക്ക് കുപ്പിൻ്റെ തലഭാഗം ഉള്ളിലോട്ട് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യണം, നല്ലപോലെ ടൈറ്റാക്കി ചെയ്യണം. ടൈറ്റാക്കിയതിന് ശേഷം ഒന്ന് അമർത്തി ഉറപ്പുണ്ടോയെന്ന് ഒന്ന് നോക്കിയതിന് ശേഷം ഇൻസുലേഷൻ ടാപ്പ് എടുത്ത് ചുറ്റണം. അപ്പോൾ ഇതുപോലെ ഒട്ടിക്കുക. ഒട്ടിച്ചതിന് ശേഷം ആ കുപ്പി എന്ത് ചെയ്യണം, സിമ്പിളായിട്ട് നമ്മൾ കത്രിക കൊണ്ട് തലഭാഗം ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. അത് ടാങ്കിലോട്ട് പതിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗവും നല്ലപോലെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് പിടിച്ച് നോക്കണം, അങ്ങനെ സ്മൂത്തായിട്ടുണ്ടോ ഒന്ന് തൊട്ട് നോക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ 3/4 കര റെഡ്യൂസർ ഉണ്ടല്ലോ അതൊന്ന് സെറ്റ് ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ 1/2 ഇഞ്ച് PVC ചെറിയൊരു പൈപ്പ്, ഒരു വിരലിനോളം നീളത്തിലുള്ള പൈപ്പ് അതിനകത്തേക്ക് ടൈറ്റാക്കും. അതിനകത്തേക്ക് ടൈറ്റാക്കിയതിന് ശേഷം ഇൻസുലേഷൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കണം. ചുറ്റിയിട്ട് ടൈറ്റാക്കി വെച്ച് 3/4 ഇഞ്ച് ഹോസ് അതിലേക്ക് നല്ലപോലെ ടൈറ്റാക്കി സെറ്റാക്കി നിർത്തണം. എയർ ഒരിക്കലും പുറത്തേക്ക് പോകരുത്. അപ്പോൾ അത് സെറ്റാക്കി ക്ലിയറാക്കി നിങ്ങൾ കണ്ടില്ലേ, ഇതുപോലെ ക്ലിയറാക്കി പിടിക്കണം. ടാങ്കിൻ്റെ അടിയിൽ കണ്ടില്ലേ ഒരുപാട് ഐക്കുകളുണ്ട്, അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് പുറത്തേക്ക് തള്ളി വിടണം. അത് എന്താകണം, നമ്മളതിലേക്ക് ഈ പൈപ്പ് ഇട്ടതിന് ശേഷം നല്ലപോലെ അതിൽ ഇറക്കി വെച്ച് അതിനകത്ത് കിട്ടിയ ശേഷം വായേറ്റ് പൈപ്പിൻ്റെ തലേന്ന് വലിച്ച് അവിടെ പുറത്തേക്ക് ഇട്ടാൽ മതി. അപ്പോൾ കണ്ടില്ലേ വെള്ളം നല്ല വരുന്നുണ്ട്. ഇവിടെ നമ്മൾ വലിയ ഓസാണ് എടുക്കുന്നത്, അപ്പം നമ്മൾ കുറച്ച് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം, ടാങ്കിനകത്തുള്ള ചളി നല്ലപോലെ ഇളക്കി കൊടുക്കണം. ആ പൈപ്പ് കൊണ്ട് നല്ല വെണ്ണം ഇളക്കിയിട്ട് എന്നാലേ നമുക്ക് ആ വേസ്റ്റുകളൊക്കെ ആ പൈപ്പിനകത്ത് കയറിയിട്ട് പുറത്തേക്ക് പോകുള്ളൂ. അളക്കാതെ എന്നാൽ എന്താണ്, നമ്മൾ ആ തെളിഞ്ഞ വെള്ളം മാത്രം പോയിട്ട് പൈക്ക് അവിടെ നിൽക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ കണ്ടില്ലേ ഐക്കിലെ വെള്ളം വരുന്നത് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടാണ്. അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ഇളക്കുമ്പോൾ ഇതേമാതിരി കരടുകളൊക്കെ അതിനകത്ത് കയറി പോരുള്ളൂ. മീനുകളുണ്ട് നമ്മളെ ഇതിൽ, അത് ഈ വെള്ളത്തിൽ നിന്ന് മോട്ടറല്ലേ അപ്പോൾ അതിൽ കൂടെ കയറി വരുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ തെളിഞ്ഞു, ആ കലക്കിയ വെള്ളമൊക്കെ പോയി, അപ്പോൾ തെളിഞ്ഞ വെള്ളമായി മാറി. അങ്ങനെ തെളിഞ്ഞ് വരണം. ടാങ്കിൽ ഒരുപാട് ചളികളൊക്കെ പോയി തെളിഞ്ഞ വെള്ളമായി മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വരുന്ന വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമാവും. ബക്കറ്റിലോട്ട് കിട്ടുക, അതിക്ക് ഫുള്ള് പോയിട്ട് നല്ലവണ്ണം ക്ലീൻ ആയിട്ടുണ്ട്. കണ്ടില്ലേ ടാങ്ക് ഫുൾ ക്ലീനായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക.
സഹായിക്കുക. താങ്ക് യു.